പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് തെളിയിക്കേണ്ടത്. വേടൻ പുലിയെ വേട്ടയാടിയെന്ന് വനംവകുപ്പിന് പരാതിയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയതിനെ തുടർന്നെടുത്ത കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം തെളിയിക്കാനായില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. നിലവിലെ തെളിവുകൾ അനുസരിച്ച് പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം വനംവകുപ്പിന് തെളിയിക്കാനായില്ല. കൂടാതെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും പെരുമ്പാവൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ പറയുന്നു. റാപ്പർ വേടൻ സമാനമായ കുറ്റകൃത്യത്തിൽ മുൻപ് ഏർപ്പെട്ടിട്ടില്ല. പുലിപ്പല്ല് കൈവശം വെച്ചത് മനഃപൂർവ്വമോ ദുരുദ്ദേശത്തോടെയോ ആകണമെന്നില്ലെന്നും ജാമ്യം നൽകാനുള്ള കാരണങ്ങളായി കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പെരുപ്പിച്ചു കാട്ടിയെന്ന മന്ത്രിയുടെ പ്രതികരണം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വേടനെതിരായ കുറ്റകൃത്യം തെളിയിക്കാനായില്ലെന്ന ജാമ്യ ഉത്തരവിലെ കോടതി നിരീക്ഷണങ്ങൾ കൂടി പുറത്തുവരുന്നത്. റാപ്പർ വേടൻ പുലിയെ വേട്ടയാടി എന്നതിന് തെളിവില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യും. ജനം, കൊച്ചി.